നമ്മൾ ചീയാപ്പാറ എത്തി. നമ്മൾ നേരത്തെ വന്ന വഴിയാ, റൈറ്റിലേക്ക് വന്ന വഴി പോയായിരുന്നു ചീയാപ്പാറയുടെ മുകളിലേക്കുള്ള വഴിയാ പോവുകള്. ഇപ്പം നമ്മൾ ലെഫ്റ്റ് വഴി ഇറങ്ങി വന്നോണ്ട് അതിന്റെ മുന്നേ വന്ന് ഇറങ്ങിയത്. അപ്പൊ എനിക്കൊന്ന് ചീയാപ്പാറയുടെ മേളിൽ കൂടെ കടന്നു പോകുന്നൊരു വഴിയുണ്ട് അപ്പുറം, പൊളിഞ്ഞടന്ന വഴി. അപ്പൊ ആ വഴി വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്തുനിന്നൊരു വഴിയുണ്ട്, ആ വഴി ചീയാപ്പാറയുടെ മേളിൽ കയറാൻ പറ്റുന്ന വഴിയാ എനിക്ക് തോന്നുന്നു. അപ്പൊ ആ വഴിയായിരിക്കും ഇത്. കോവിഡൊക്കെ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ആൾക്കാരൊക്കെ ഒത്തിരി ഉണ്ടല്ലോ അവിടെയൊക്കെ അല്ലേ? നിറച്ച ആൾക്കാർ, നിറച്ച ആൾക്കാരോ നമ്മളെ പോലെ ആൾക്കാർ. എത്ര നാളായി ആൾക്കാർ വീട്ടിൽ അടച്ചിരിക്കാൻ ഭ്രാന്തായിട്ടുണ്ടാവും ആൾക്കാർ. ഇപ്പൊ നമ്മള് അടിമാലി ടൗൺ എത്തിയിട്ടുണ്ട്. നല്ല കട്ട വെയിലാണ്, ഒരു രക്ഷയില്ല. എന്താവും എന്ത്. നമ്മളിപ്പോ ആനച്ചാൽ റൂട്ടിൽ കൂടെയാണ് ഇപ്പൊ മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ എല്ലാവരും മേളിത്തെ പള്ളിവാസൽ വഴിയല്ലേ, ആ വഴിയാണ് പോകുന്നത്. അപ്പം നമ്മളിപ്പം ആനച്ചാൽ റൂട്ടിൽ കൂടെ താഴോട്ട് ഇറങ്ങി. കുറച്ച് സ്ഥിരം പള്ളിവാസൽ കൂടെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ റൂട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള വേറെ കാഴ്ചകളൊക്കെ കാണാം. അത്യാവശ്യം നല്ല വഴിയാണ്. പിന്നെ ഇച്ചിരി വീതി കുറവാന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടാവും ഈ റൂട്ട് തന്നെ. ഇവിടെ കുറെ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ റൂട്ട്. ഒരു 10 വീഡിയോക്കടെ കാണുമ്പോ നല്ല ആകാശമൊക്കെ നല്ല ചൂട് സമയമാണ്. 3:03 പോയി. ഇനിയിപ്പോ ഒരു ഉച്ച കഴിഞ്ഞ് വൈകിട്ട് ഒരു 3 മണി കഴിഞ്ഞൊക്കെ നോക്കുമ്പോ അറിയാം എന്തെങ്കിലും ഗുണമുണ്ടോ. എന്തോരം നാളായെന്ന് പറയാം ഇതിന് പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ സെറ്റപ്പായി വന്ന് നല്ല രസമായിരിക്കും. അതിന് പെർമിഷൻ കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? എന്തോരം വർഷമായത്. ഞാൻ പണ്ട് വരുമ്പോ തൊട്ടേ അതുകൊണ്ട് കഴിഞ്ഞാൽ ചൂട് ഒരു രക്ഷയില്ല. മൂന്നാർ വന്നിട്ട് AC ഇട്ട് പോണോ മനുഷ്യര്? എന്നാ കോഫി ചെയ്യണം, എന്നാ കോഫി ചെയ്യുന്നേ. മൂന്നാറ് മൂന്നാറ് മൂന്നാറ്. മൂന്നാറൊക്കെ വരുമ്പോഴുണ്ടല്ലോ ഒരു കൂളിംഗ് ഗ്ലാസ് എപ്പോഴും എടുക്കുന്നത് നല്ലതാണ്. ഷോയ്ക്ക് വേണ്ടിയല്ല, വെറുതെ ഇങ്ങനെ വെയിലാണെങ്കിൽ അപ്പം എടുത്ത് കണ്ണു വെക്കുക. അപ്പം നമുക്ക് ഒരു തണുത്ത മൂന്നാറിനെ കിട്ടും, തണുത്ത ഫീല്. അത് വെച്ച് നമുക്ക് ആസ്വദിക്കാം. എന്തായാലും ഇതിപ്പോ രാവിലെ നല്ല ചൂടാണെങ്കിൽ വൈകിട്ട് നല്ല തണുപ്പായിരിക്കാൻ ചാൻസ് ഉണ്ട്. മൊബൈലിൽ കൂടെ ആകാശം കാണാൻ രസമുണ്ടല്ലോ. പണ്ട് അന്ന് ഇവിടെ വന്നപ്പോ ഇവിടെ ഇറങ്ങിയതല്ലേ. ഇവിടെയുള്ള ആൾക്കാരുടെയൊക്കെ ഇത് ചെയ്ത് ആലോചിച്ച് നോക്കിയല്ലേ. ഒരു കണക്കിന് അവർക്ക് ഒരു എൻജോയ്മെന്റ് ഉണ്ടാവില്ല, പക്ഷെ ഒരു കണക്കിന് അത് സുഖമാണ് അവർക്ക് അല്ലേ. എന്ത് സുഖം, നല്ല ക്ലൈമറ്റ് ഉണ്ടാവും, പിന്നെ അവർക്ക് സേവിങ്സ് ഉണ്ടാവും. ഇവിടെയുള്ള ആൾക്കൊക്കെ പടം കാണണമെങ്കിൽ മൂന്നാറ് തിയേറ്റർ ഉണ്ടോ താഴെ? ആൾക്കാരൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. കുറെ ആൾക്കാരെ കണ്ട് ഈ ഇങ്ങനെ വരുന്ന പല സ്ഥലങ്ങളിൽ നിന്നായിട്ട്, കേരളത്തിൽ നിന്ന് മാത്രമല്ല.
പള്ളിവാസൽ വഴി പോകുന്നതിന് പോലും ആനച്ചാൽ വഴി ഒന്ന് ട്രൈ ചെയ്യട്ടോ. നല്ല കാഴ്ചകളുള്ള സ്ഥലമാണ്. പക്ഷെ മഴയോടെ ഉണ്ടെങ്കിൽ സൂപ്പറായി. മഴയുള്ള സമയത്താണെങ്കിലും പൊളിക്കും. ഞാൻ മഴയുള്ള സമയത്ത് ബൈക്കിൽ വന്നിട്ടുണ്ട്, ബുള്ളറ്റിൽ വന്നിട്ടുണ്ട്. അന്ന് ഇവിടെയൊക്കെ മഴ വന്നിട്ട് ഞാൻ ഇവിടെ കയറി നിർത്തിയതാണ്. ഇവിടെയൊക്കെ ഈ സ്റ്റോപ്പില് മരത്തില് തറയോ? പൂത്തറ കണ്ടോ? നീലപ്പൂ മേളില്. അത് ഈ വേറെ സമയത്ത് ചുവപ്പ് കളറാവും. ഒരു കാലം വന്നു അത് കാര്യമായിട്ട് ഇവിടെയൊക്കെ വണ്ടി നിർത്തി കണ്ടോണ്ടിരുന്ന സ്ഥലമാണ്. എന്നാ വെയിലാടാ. എത്ര കണ്ടാലും മതി വരാത്ത സ്ഥലങ്ങളല്ലേ മൂന്നാറില്. നല്ല ക്ലൈമറ്റിനനുസരിച്ച് മാറി മാറി കാണും. ഇപ്പൊ ബൈക്കിലൊക്കെ പോണവന്മാരുണ്ടല്ലോ, പഞ്ചറായിട്ടുണ്ടാവും. അപ്പൊ ബൈക്കില് ഇന്നിപ്പോ ബൈക്കിൽ ഇങ്ങോട്ട് വന്ന ആൾക്കാർക്ക് പഞ്ചറായിട്ടുണ്ടാവുന്നു. അപ്പോൾ നമ്മൾ മൂന്നാറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് ഉച്ചവരെയുള്ള യാത്ര നല്ല ഉറപ്പിലായിരിക്കുന്നു. ഭയങ്കര ഉറപ്പിലായിരുന്നു. നമ്മൾ
തണുപ്പൊക്കെ പ്രതീക്ഷിച്ചാണ് ഇരുന്നത്. പക്ഷെ ഒരു രക്ഷയില്ല. ഇന്നലെയൊക്കെ മഴ പെയ്ത സമയമായിരുന്നു. എന്നിട്ടും ഇന്നിപ്പോൾ ചൂടായി. ആ കുറ്റവൻ്റെ മേത്ത് കുറ്റമൊന്നും എത്തില്ലടേ. അത് കാലാവസ്ഥ മാറുന്നല്ലേ. നമ്മൾ അന്ന് ഇവിടെ വെച്ചല്ലേ ഫോട്ടോ എടുത്താൽ ആ ചെടിയൊക്കെ പോയി അവിടെ. വൈകിട്ട് വല്ല കാലാവസ്ഥ മാറുമെന്ന് പ്രതീക്ഷിക്കാം. എംജിയിലാണ് കിടക്കുന്നത്. ഇത്ര നാൾ കൂടിയിട്ട് 3 നാളിലേക്ക് തന്നെ ഇതൊക്കെ എടുത്ത് വെക്കി മാസ്കൊക്കെ. ഇവിടെ കാറ്റിനും ഉണ്ടാവും. അതിപ്പോ എല്ലായിടത്തും അങ്ങനെ തന്നെ. ഇന്ന് എങ്ങോട്ടാ പോണം? പോവാം, നമുക്ക് പോകാൻ കഴിയും. അങ്ങ് പോവാം. ചോദിച്ചു പോവാം. കണ്ണാടി വരുമ്പോ എന്ത് ദുരവസ്ഥയാണ് ശിഖ. കണ്ണാടി വരുമ്പോഴേ എന്നാ അവസ്ഥയാ നോക്കി. വെയില് കണ്ണാടി വെച്ചപ്പോ അത്ര തോന്നിയില്ല കേട്ടോ. മാസ്ക് കേട്ടോ കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത്. എങ്ങോട്ടാ പോണം? മാട്ടുപ്പെട്ടിയാ? ആ റൂട്ട് പിടി. മാട്ടുപ്പെട്ടി രാമു പേടിച്ചു വരാ. വീഡിയോ പിടിക്കണോ? കൈ അല്ല അവനെ ഇങ്ങനെ കൈ പെട്ടെന്ന് കാണിച്ചു. ഞാൻ ഇതെന്താ റൂമൊക്കെ റേറ്റ് കുറച്ച് 699 രൂപ. 2500 കൊടുത്തുള്ളത് റൂമുള്ള അതാണ്. പറഞ്ഞില്ല ആൾക്കാര് ഒട്ടുമുറിച്ചും തുടങ്ങി ഇവിടുത്തെ.
പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ എനിക്ക് ഭയങ്കര രസമായിട്ടാണ് മൂന്നാറുണ്ടായത്. ഇങ്ങനെയാണ് ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പിനെങ്ങനെ പോയി കഴിഞ്ഞാലേ വിമാനത്തിൽ നമ്മുടെ മഞ്ഞൂർ കാണില്ലല്ലോ. ഓൾ ഇന്ത്യ ട്രിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ വിൻഡോസിന്റെയും ശ്രദ്ധിക്കാണ്ട് പോയത് പോലെ. മാട്ടുപ്പെട്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. യാത്ര വളരെ ചൂടുള്ളതായതുകൊണ്ട് വളരെ മടുപ്പുള്ളതാണ്. അതുകൊണ്ട് ഒരു സുഖം തോന്നില്ല. മനുഷ്യൻ ഇവിടെയൊന്നും ഇല്ല. പക്ഷെ വന്ന വഴിക്കൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ എത്തണമുള്ളൂ. മാട്ടുപ്പെട്ടി കരിഞ്ഞു മാട്ടുപ്പെട്ടി മറ്റെന്ന് പറഞ്ഞ് ഇവിടെ മച്ചാനാണ്. എനിക്കറിയില്ല. നിങ്ങൾ ചെറിയ നിങ്ങൾക്ക് സാധിക്കുക. ഭയങ്കര ചളിയായി പോയിരുന്നു. മാട്ടുപ്പെട്ടി ഡാം നിറഞ്ഞു നിൽക്കുവാണ് അല്ലേ? പച്ചവെള്ളം. ഇതാണ് പച്ചവെള്ളം. പച്ചവെള്ളം. അറിയില്ല. ആലോചിച്ചൊക്കെ ഇവിടെയൊക്കെ നോർമൽ കണ്ടീഷനിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇവിടെയല്ലേ വാന കുറെ കുരങ്ങന്മാരുണ്ടല്ലോ. അവിടെയാണ് ആന കണ്ടത്. ആ വളവിന്റെ അപ്പുറത്ത്
ആനയാണ് ഇതിന് അവിടെയൊക്കെ എന്തിനാ വെച്ചാ അത് വേറെ മറ്റേ ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് വരുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ഉള്ള തിന്നാൻ വേണ്ടി കയറും. ഇവിടെ ഉണ്ട് ഇത് അവരുടെ പശുക്കളെ മേയ്ക്കാൻ വിടുന്ന സ്ഥലമാണ്. അങ്ങനെ ആന നിൽക്കുന്നത് കണ്ടിരിക്കുന്നു. വരണല്ലോ. ആ ജോമാർ എന്തിൻ്റെ ആവശ്യം അവന്മാർക്ക് മര്യാദയ്ക്ക് അവിടെ നിൽക്കില്ല. എൻ്റെ എവിടുന്ന് പോകണം? മാസ്ക് ഒക്കെ ഇട്ട് ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട്. ഇത് അപ്പുറയുണ്ട്. ഏതാനുണ്ട് അപ്പുറ ഇല്ലേ? ഒടുവിൽ മഞ്ഞ് തപ്പി ആണ്ടത് സമയം 2 മണിയായി. പയ്യതെ മേളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അല്ലടാ പോയിക്കണ ഇത്രയും മൊത്തത്തിൽ വരില്ല. തട്ടല്ലേ എടുക്കാല്ലേ പോയി.
മഞ്ഞിന്റെ പൊളികൾ അരങ്ങേറിയിരിക്കുന്നു. മഞ്ഞിനെ കണ്ടെത്തിയിരിക്കുന്നു. മഞ്ഞിൽ മൂടപ്പെട്ടു. മഞ്ഞിലേക്ക് കയറിയിരിക്കുന്നു. അതാ മഞ്ഞ് താഴത്തുനിന്ന് മുകളിലേക്ക് അടിച്ചു വീശുന്നു. ഇനി മഞ്ഞ് കണ്ടില്ലാന്ന് പറയുന്നത്. അതെ, ബ്ലോഗറാ. പൊളിച്ചു. ഇതെന്താ ഇവിടെ സ്ഥലം? ഇവിടെ എന്താ പരിപാടി? നേരം നട്ട് ടോപ്പ് സ്റ്റേഷൻ കിട്ടുന്നില്ല. നട്ടുച്ച വെയിലത്ത് വന്നിട്ട് ഒറ്റയടിക്ക് ഈ സാധനം കിട്ടുമ്പോ പിന്നെ നിർത്തുക ആൾക്കാര്. പോട്ടെ, നമുക്ക് വണ്ടി കണ്ടു ഇവിടെ നിർത്താൻ പറ്റില്ല. വഴി കാണത്തില്ല. വണ്ടി പോലെ ഇതൊന്നും നിർത്താൻ പറ്റില്ല. അതാണ് നിർത്തേണ്ടടുത്തൊക്കെ മാറിയിട്ട് നിർത്തിയിട്ടേക്കും. അതേ റോട്ടിലില്ലാത്ത മഞ്ഞ. അടുത്ത സ്ഥലത്ത് എവിടെയെങ്കിലും ഒതുക്ക്. ഇവിടെ ഒതുക്കാൻ പറ്റില്ല. ഒതുക്കട അവിടെ ചേർത്ത് ഫ്രണ്ടില് കുഴിയാണേ. നമുക്കിറങ്ങാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ മൂന്നാറിൽ നിന്ന് മഞ്ഞ് തപ്പി നമ്മൾ ടോപ്പ് സ്റ്റേഷൻ എത്തി. മഞ്ഞ് തപ്പി ടോപ്പ് സ്റ്റേഷൻ അവസാനം എത്തിപ്പെട്ട് ഇനിയും അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. നല്ല കിടക്കുന്നുണ്ട്. ഒന്നാമത് മാസ്ക് ഒക്കെ വലിച്ചു കിട്ടിയിട്ടേ ഞാൻ അപ്പോൾ ഇതാണ് ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള വഴി. എല്ലാം ഉണ്ട് പോക്കറ്റില്. ചാർജ് എല്ലാം നോക്കാം. അപ്പോൾ നമ്മൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ചെയ്യ എന്ത് പറ്റി?
ടോപ്പ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടെ കയറാൻ പറ്റിയില്ല. അവിടെ അങ്ങോട്ടും താഴത്തേക്കൊന്നും ഇറങ്ങി പോകാൻ പറ്റില്ല, കാരണം അവിടെ പൂട്ടിയിട്ട് പോവാം. എനിക്കങ്ങനെ കൊറോണയൊക്കെ ആയിട്ടായിരിക്കും മൊത്തത്തിൽ പൂട്ടിയിട്ട് പോവാണ്. ഇനി ഫുള്ള് ഇറങ്ങിയിട്ടുണ്ടല്ലേ? അവിടെയൊക്കെ ശരിക്കും മഞ്ഞായിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ മൂന്നാർ യാത്ര വ്ളോഗ് ഇന്ന് അവസാനിക്കുകയാണ്. ജസ്റ്റ് ഒരു ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. സൈഡിലൂടെ ബെല്ലൈക്കൺ അമർത്തുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് ഉടനെ തന്നെ നല്ല നല്ല വ്ളോഗുകൾ ചെയ്യാം. ഇതിപ്പം കുറച്ച് ലാഗ് ഉണ്ടാവുമെന്ന് എനിക്ക് തന്നെ അറിയാം. നമ്മുടെ ഫസ്റ്റ് അത്യാവശ്യം ലെങ്തുള്ളൊരു വ്ളോഗാണ്, അതുകൊണ്ട് അടുത്തതിൽ നമുക്ക് സെറ്റപ്പ് ആകാം. അപ്പോൾ സൈനിങ് ഔട്ട് ഫ്രം ആറ്റിയം.